أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قال ربك للملائكة إني جاعل في الأرض خليفة قالوا أتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون. സൂറത്തുൽ ബഖറയുടെ 31-ാമത്തെ ആയത്താണ് നിങ്ങൾ കേട്ടത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കുവാൻ പോകുകയാണെന്ന് നിന്റെ നാഥൻ മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. അവർ പറഞ്ഞു, അവിടെ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെ നീ അവിടെ നിശ്ചയിക്കുകയാണോ? ഞങ്ങളാവട്ടെ നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിന്റെ മഹിമയെ പ്രകീർത്തിക്കുകയും നിന്റെ വിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നു. ഇതിനുത്തരമായി അവൻ അല്ലാഹു പറഞ്ഞു, നിശ്ചയമായും നിങ്ങളറിയാത്തത് ഞാൻ അറിയുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ആയത്തിൻ്റെ തഫ്സീർ കഴിഞ്ഞ ദർസിലും കേൾപ്പിച്ചതാണ്. തുടർന്നുകൊണ്ട് സയ്യിദുനാ ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ഖലീഫ എന്നതുകൊണ്ട് ആദമിൻ്റെ പിൻഗാമികളെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നതും ശരിയല്ല. കാരണം വിശുദ്ധ ഖുർആനിൽ ജനസമൂഹങ്ങളെക്കുറിച്ച് ഖലീഫ എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളിടത്തെല്ലാം ബഹുവചനമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് സൂറ നാമിൽ ഇങ്ങനെ പറയുന്നു, വഹുവല്ലദീ ജഅലകും ഖലായിഫൽ അർള്, അവനാണ് നിങ്ങളെ ഭൂമിയിൽ ഒരു ജനതയ്ക്ക് ശേഷം മറ്റൊരു ജനതയായി നിയമിച്ചത്. സൂറ ഫാത്തിറിൽ വന്നിരിക്കുന്നു, ഹുവല്ലദീ ജഅലകും ഖലായിഫ ഫിൽ അർള്. സൂറ യൂനുസിൽ ഇങ്ങനെ കാണാം, സുമ്മ ജഅൽനാകും ഖലായിഫ ഫിൽ അർള്. വീണ്ടും സൂറ യൂനുസിൽ പറയുന്നു, വജഅൽതുഹും ഖലായിഫ്. അതുപോലെ സൂറ അറാഫിൽ രണ്ട് സ്ഥലത്ത് ഇങ്ങനെ കാണാം, വദ്കുറു ഇദ് ജഅലകും ഖുലഫാ. പിന്നീട് സൂറ നംലിൽ ഇങ്ങനെ വന്നിരിക്കുന്നു, വയജഅലുകും ഖുലഫാ അൽ അർദ്. ഈ ആയത്തുകളിൽ നിന്ന് തെളിയുന്നത് വിശുദ്ധ ഖുർആൻ ഒരു ജനസമൂഹത്തെ ഖലീഫയായി പരാമർശിക്കുമ്പോൾ ബഹുവചന പദമാണ് ഉപയോഗിക്കുന്നത് എന്നതാണ്. കാരണം ഒരു ജനത പല വ്യക്തികളും ചേർന്നതാണ്. ഓരോ വ്യക്തിയും തൻ്റെ വർഗത്തിലുള്ള മറ്റൊരു വ്യക്തിയുടെ പിൻഗാമിയാണ്. അതിനാൽ ഒരു പ്രത്യേക ഉദ്ദേശ്യമില്ലെങ്കിൽ ഏകവചനം ഉപയോഗിക്കുന്നത് ന്യായീകരിക്കാൻ സാധിക്കില്ല. ഇതിന് വിപരീതമായി വിശുദ്ധ ഖുർആനിൽ ഒരു വ്യക്തിയെ ഖലീഫയായി പരാമർശിക്കുമ്പോൾ ഏകവചനമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് ദാവൂദ് നബിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു, ഞാൻ ജഅൽനാക ഖലീഫത്തൻ ഫിൽ അർള്, തീർച്ചയായും നാം നിന്നെ ഭൂമിയിൽ ഒരു ഖലീഫയാക്കിയിരിക്കുന്നു. അതിനാൽ ഈ റഫറൻസുകളിൽ നിന്ന് മനസ്സിലാകുന്നത് വിശകലനം ചെയ്യുന്ന ഈ ആയത്തിലും ഖലീഫ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹസ്രത്ത് ആദം അലൈഹി ഇസ്ലാമിനെയാണ്, അല്ലാതെ മനുഷ്യകുലത്തെ അല്ല എന്നാണ്. ഇനി ഖലീഫ എന്നതുകൊണ്ട് ഇവിടെ ഹസ്രത്ത് ആദം അലൈഹി ഇസ്ലാമിനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മലക്കുകൾ എന്തുകൊണ്ടാണ് അദ്ദേഹം കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുമെന്ന് പറഞ്ഞതെന്ന ചോദ്യം ഉയർന്നു. അതിനുള്ള മറുപടി ഈ വാക്യത്തിൻ്റെ അടുത്ത ഭാഗത്തിന് കീഴിൽ നൽകുന്നതാണ്. ഇനി ഞാൻ ഈ ആയത്തിൻ്റെ വ്യാഖ്യാനം വിശദീകരിക്കുന്നതാണ്. ഈ ആയത്തിന് മുൻ ആയത്തുകളുമായുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ, സൂറ ബഖറയുടെ തുടക്കത്തിൽ ഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, നിങ്ങൾ ഞങ്ങളുടെ ദാസന് അവതരിപ്പിച്ചതിനെക്കുറിച്ച് സംശയത്തിലാണെങ്കിൽ എന്ന ആയത്തിൽ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ ഖുർആൻ ലോകത്തിൻ്റെ മാർഗനിർദ്ദേശത്തിനായി അവതരിച്ച അള്ളാഹുവിൻ്റെ വചനമാണെന്ന് അവകാശപ്പെട്ടിരുന്നു. ഈ അവകാശവാദത്തെക്കുറിച്ച് അവിശ്വാസികൾക്ക് ആക്ഷേപങ്ങളുണ്ടായിരുന്നു. ഈ അവകാശവാദം സ്ഥാപിക്കുന്നതിനായി അള്ളാഹു ആദമിനെ ഉദാഹരണമായി അവതരിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ വെളിപാട് ഒരു പുതിയ കാര്യമല്ലെന്നും മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതു മുതൽ അള്ളാഹുവിൻ്റെ വചനം അവതരിച്ചു കൊണ്ടിരിക്കുന്നു എന്നും ഇത് വ്യക്തമാക്കുന്നു.
മനുഷ്യരിൽ ആദ്യത്തെയാൾ ആദമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയോടെ തന്നെ അള്ളാഹുവിൻ്റെ വെളിപാട് അവതരിക്കുകയുണ്ടായി. അതിനാൽ വെളിപാടുകളെയും ദൈവിക ദൂതുകളെയും സംശയിക്കുന്നത് യുക്തിസഹമായ കാര്യമല്ല. അള്ളാഹു സൃഷ്ടിയുടെ ആരംഭത്തിൽ വെളിപാടുകൾ അവതരിപ്പിച്ചുവെങ്കിൽ ഇപ്പോൾ എന്തുകൊണ്ട് അത് ചെയ്യാതിരിക്കണം? ചുരുക്കത്തിൽ, സൃഷ്ടിയുടെ ആരംഭം മുതൽ വെളിപാട് തുടർച്ചയായി അവതരിക്കുന്നു എന്നത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വെളിപാട് ലഭിച്ചു എന്നതിൻ്റെ തെളിവായി അവതരിപ്പിക്കപ്പെടുന്നു. ഇത് എല്ലാ മതക്കാരെയും, ഹിന്ദുക്കളും സ്വരാഷ്ട്രീയക്കാരും ജൂതന്മാരും ക്രിസ്ത്യാനികളും ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഉള്ള തെളിവാണ്. കാരണം എല്ലാ മതങ്ങളും സൃഷ്ടിയുടെ ആരംഭത്തിൽ വെളിപാടുകൾ അവതരിച്ചു എന്ന് അംഗീകരിക്കുന്നു. അങ്ങനെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെളിപാടിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹു മനുഷ്യനെ വെറുതെ വിട്ടിട്ടില്ലെന്നും ആരംഭം മുതൽക്കേ അവന് മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും കാണിക്കാൻ ആദമിനെയും അദ്ദേഹത്തിൻ്റെ വെളിപാടിനെയും അവതരിപ്പിക്കുകയുണ്ടായി. ഈ ആയത്ത് ഇദ് എന്ന പദം കൊണ്ടാണ് ആരംഭിക്കുന്നത്. ഇത് ഭൂതകാലത്തെ സൂചിപ്പിക്കുന്നു. ഇതിനു മുമ്പ് ഉദ്കുറു, ഓർക്കുക എന്ന ഒരു ക്രിയ മറഞ്ഞിരിക്കുന്നു. അത് ഇദ് എന്ന പദത്തിൽ നിന്ന് അനുമാനിക്കാവുന്നതാണ്. ഇതിനർത്ഥം, ഓ ജനങ്ങളെ, ആദമിൻ്റെ സംഭവത്തെ ഓർക്കുക. അവൻ്റെ സൃഷ്ടിയുടെ സമയത്ത് അള്ളാഹു മലക്കുകളോട് ഇന്ന പ്രകാരം സംസാരിച്ചു. മലക്കുകളുമായുള്ള ഈ സംഭാഷണം ഒരു പ്രവാചകന്റെ നിയോഗത്തിന് മുമ്പ് അതിൻ്റെ ആവശ്യം ജനങ്ങൾക്ക് മനസ്സിലാകില്ല എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു. കാരണം ഒരു പ്രവാചകന്റെ അസ്തിത്വം അള്ളാഹുവിൻ്റെ അദൃശ്യകാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ്. അവൻ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ദൗത്യം പൂർത്തിയാക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ ആവശ്യം പൂർണ്ണമായി വെളിപ്പെടുന്നത്. അപ്പോൾ അവൻ്റെ മാധ്യമത്തിലൂടെ വെളിപ്പെടുന്ന മാറ്റങ്ങൾ കാരണം അവൻ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ലെങ്കിൽ ലോകത്തിന് മഹത്തായതും പ്രയോജനകരവുമായ ഒരു വിപ്ലവം നഷ്ടപ്പെടുമായിരുന്നു എന്ന് ജനങ്ങൾക്ക് സമ്മതിക്കേണ്ടി വരുന്നു. അങ്ങനെ മഹത്തായ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴിവുകൾ പ്രകടമാകുമ്പോൾ മാത്രമേ അദ്ദേഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനു മുമ്പ് ആ മാറ്റങ്ങളെക്കുറിച്ച് സങ്കല്പിക്കാൻ പോലും ജനങ്ങൾക്ക് പ്രയാസമാണ്. അള്ളാഹുവിൻ്റെ അടുത്തുള്ള മലക്കുകൾക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കാര്യം അജ്ഞരായ മനുഷ്യർ എങ്ങനെ മനസ്സിലാക്കും? അതിനാൽ കാത്തിരിക്കുകയും അവൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലം കാണുകയും ചെയ്യണം. നിഷേധിക്കാൻ തിടുക്കം കാണിക്കരുത്. ഈ ആശയം വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് ഇങ്ങനെ പറയുന്നു: അതാ അംറുല്ലാഹി ഫലാ തസ്തഅജിലൂഹു സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ യുനസ്സിലുൽ മലായികത ബിർറൂഹി മിൻ അംരിഹി അലാ മൻ യശാഉ മിൻ ഇബാദിഹി അൻ അൻസിറു അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫത്തഖൂൻ. അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നു, അതിനാൽ നിങ്ങൾ അതിന് തിടുക്കം കാണിക്കരുത്. അവൻ മഹത്വപ്പെട്ടവനാണ്. അവർ പങ്കുചേർക്കുന്നതിൽ നിന്ന് എത്രയോ ഉന്നതനാണവൻ. അവൻ തൻ്റെ ദാസന്മാരിൽ നിന്ന് താൻ ഇച്ഛിക്കുന്നവർക്ക് തൻ്റെ ആജ്ഞയാൽ മലക്കുകളെ ആത്മാവോടുകൂടി ഇറക്കുന്നു. ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അതിനാൽ എന്നെ സൂക്ഷിക്കണമെന്നും മുന്നറിയിപ്പ് നൽകുന്നതിനു വേണ്ടി. സൂറ നഹൽ ആയത്ത് 2-3. അതായത്, അള്ളാഹു നിശ്ചയിച്ച മാറ്റങ്ങളുടെ സമയം അടുത്തെത്തിയിരിക്കുന്നു. അതിനാൽ അത് പെട്ടെന്ന് കാണാൻ ആഗ്രഹിക്കരുത്. അത് അതിൻ്റെ സമയത്ത് വെളിപ്പെടുന്നതാണ്. അള്ളാഹു എല്ലാ കുറവുകളിൽ നിന്നും പരിശുദ്ധനാണെന്നും ജനങ്ങളുടെ പങ്കു ചേർക്കുന്നതിനേക്കാൾ എത്രയോ ഉന്നതനാണെന്നും ലോകത്തിന് മനസ്സിലാകുന്നതാണ്. ബാക്കി പിന്നീട് ഇൻഷാ അല്ലാഹ്. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.